الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله عز وجل يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നിശ്ചിതമായ ഒരവധിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. വിശ്വാസികൾക്ക് മാത്രമല്ല, ഭൂമിയിൽ ജീവിക്കുന്ന, ഭൂമിയിൽ വസിക്കുന്ന ഓരോ സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധിക്കപ്പുറത്തേക്ക് ഒരു നിമിഷം പോലും ജീവിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ ആ അവധിക്കപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവകാശമോ അധികാരമോ മനുഷ്യരായ നമുക്കില്ല. നാം ഓരോരുത്തരും അത്രത്തോളം ബലഹീനന്മാരാണ്. ആയതിനാൽ തന്നെ അവധി നൽകിയ ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ചയച്ച, ഭൂമിയിൽ നിന്നും നമ്മളെ തിരിച്ചു വിളിക്കുന്ന, അതിനിടയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും നൽകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക, അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവിതവും ചിട്ടപ്പെടുത്തുന്നതിനാണ്, നിയന്ത്രിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത്തരത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. മരണം വരെയും അല്ലാഹു തൃപ്തിപ്പെടുന്ന ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ച് നൽകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെയും അല്ലാഹു മാറ്റിത്തരട്ടെ. ആഫിയത്ത് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും രോഗികളായി കഴിയുന്നവർ, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിലെ, ഗസയിലെ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സബർ പ്രദാനം ചെയ്യട്ടെ. അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു നശിപ്പിക്കട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും ഇഫ്ഫത്തും നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയതും അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങളെ നമുക്ക് ജീവിതത്തിൽ ആവിഷ്കരിച്ച് കാണിച്ചു തന്നു. ആ റസൂലിനോട്, ആ നബിയോട് വിശ്വാസി എന്ന രീതിയിൽ നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഥമമായും ആ നബിയെ നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറയെക്കുറിച്ച്, നബി ചരിത്രത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. രണ്ടാമതായി നമ്മൾ പറഞ്ഞത്, ആ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള, ജീവിച്ചു തന്നിട്ടുള്ള മാതൃക സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രവർത്തനത്തിൽ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നാം ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. ഇത്തിബാഉ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിത രേഖയുണ്ട്, ജീവിത മാർഗമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഒരു മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏതൊക്കെ മേഖലകളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ടോ, മകനായി, ഉപ്പയായി, ഉപ്പാപ്പയായി, കച്ചവടക്കാരനായി, നേതാവായി, വിദ്യാർത്ഥിയായി, അധ്യാപകനായി, ഇങ്ങനെ ഒരു മനുഷ്യൻ കടന്നുപോകാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളിലും കൃത്യമായിട്ടുള്ള മാർഗരേഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് തങ്ങളോടുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയത്തിന്റെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിശ്ചയിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ്. അത്തിഅല്ലാഹ വ അത്തിഅർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിക്കണം, നബിതങ്ങളെ നിങ്ങൾ അനുധാവനം ചെയ്യണം എന്നുള്ള ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തങ്ങളുടെ ജീവിതം, തങ്ങളുടെ കൽപ്പന നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാം. അതിനെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ അതിന്റെ അനന്തര ഫലം ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നതിന്റെ പാഠങ്ങളൊക്കെയും അതിന്റെ ഉപമകളൊക്കെയും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ. നബി തങ്ങളുടെ സഹാബാക്കളോട് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവരൊഴികെ. സഹാബാക്കൾക്ക് അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കടക്കുവാൻ ആരാണ് വിസമ്മതിക്കുക? ഭൂമിയിൽ മനുഷ്യൻ കഷ്ടപ്പെടുന്നതിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനമാണ്. സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മളുടെ പല സുഖങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ദുനിയാവിൽ നമ്മൾ മാറ്റിവെക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്വർഗപ്രവേശനം ആരാണ് വിസമ്മതിക്കുക? ആരാണ് അതിനുവേണ്ടി തയ്യാറാവാതിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള മറുപടി പ്രകാരമായിരുന്നു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ അനുസരിച്ചവൻ, എന്നെ അനുധാവനം ചെയ്തവൻ, ഞാൻ കാണിച്ചു തന്നിട്ടുള്ള, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ജീവിത രേഖ, ജീവിത മാർഗം ജീവിതത്തിൽ മുറുകെ പിടിച്ചവൻ എന്നെ അനുസരിച്ചിരിക്കുന്നു. എന്നാൽ എന്നോട് സുന്നത്തിനെ അവഗണിച്ചു കളഞ്ഞവൻ, സ്വതാൽപര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും മുൻഗണന നൽകിക്കൊണ്ട് സുന്നത്തിന് പ്രാധാന്യം നൽകാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ എന്നെ ധിക്കരിച്ചവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കുവാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസിൽ കൂടി നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് സുന്നത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങളാണ് ബദറും ഉഹുദും എന്ന് പറയുന്നത്. നമുക്കറിയും, ചെറുപ്പത്തിൽ തന്നെ കേട്ടുപരിചയിച്ചിട്ടുള്ള യുദ്ധങ്ങളാണ്. പൊതുവെ പണ്ഡിതന്മാര് ഈ യുദ്ധങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബദർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു ഇറക്കിയതാണ്. ഉഹദ് എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. ബദറിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമത്ത് തൗഹീദിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 313 ചില്ലാനം വരുന്ന സഹാബാക്കള് യാതൊരു
യാതൊരു തരത്തിലുള്ള സാമഗ്രികളും ഇല്ലാതെ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല, പൊട്ടിപ്പൊളിഞ്ഞ വാളുകളാണ്, വാഹനങ്ങളില്ല, കഷ്ടപ്പെട്ട് ദുരിതത്തിലകപ്പെട്ട സഹാബാക്കള് അവരെക്കാളും 10 മടങ്ങ് വരുന്ന ശത്രുനിരയോട് പൊരുതി നിന്ന് വിജയം നേടിയ ബദറിന്റെ കഥ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നമുക്ക് കാണിച്ചു തന്നതാണ്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചത്. അല്ലാഹു ഉണ്ട് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ബദറിലൂടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നത്. ബദർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് റസൂലുള്ള പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധം നൽകിയത്. ഉഹദിന്റെ ചരിത്രം നമുക്കറിയാലോ. മുസ്ലിമീങ്ങൾ ആദ്യത്തെ പാതിയിൽ, മുസ്ലിമീങ്ങൾ ഉഹദിന്റെ ആദ്യത്തെ അവസരത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചു. മുസ്ലിമീങ്ങളെ ശത്രുക്കളെ തുരത്തി ഓടിച്ചു, ശത്രുക്കളെ പിറകോട്ടേക്ക് അടിച്ചു. പിന്നീട് മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായ ചെറുതല്ല വലിയൊരു അപാകത കാരണമായിട്ട്, വലിയൊരു മിസ്റ്റേക്ക് കാരണമായിട്ട് ശത്രുക്കൾ തിരിച്ചു വരികയും മുസ്ലിമീങ്ങളോട് പോരടിക്കുകയും അവസാനം യുദ്ധം ഒന്നുമല്ലാത്ത രീതിയിൽ, രണ്ടുപേർക്കും വിജയമോ പരാജയമോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവസാനിച്ചതുമായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. എന്നിരുന്നാലും മുസ്ലിമീങ്ങൾക്കൊരു നേരിയ പരാജയം ഉഹദിൽ സംഭവിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി. ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരേയൊരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്കുള്ള ഒരേയൊരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ജബലുർ റുമാത്ത് ആയിരുന്നു. ഉഹദിൽ പോയ ആൾക്കാർക്കൊക്കെയും മനസ്സിലാകും. അവിടെ അങ്ങനെ ഒരു മല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മലയിൽ കൂടി ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കടന്നു വന്ന് മുസ്ലിമീങ്ങളെ കീഴടക്കാൻ വേണ്ടി പറ്റും. അത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് സഹാബാക്കളെ, അമ്പയത്തിൽ പ്രത്യേകം പ്രാഗൽഭ്യം നേടിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ആ മലമുകളിൽ നിർത്തി. നബി തങ്ങൾ പറഞ്ഞു, യാതൊരു കാരണവശാലും എന്ത് തന്നെ നിങ്ങൾ മുന്നിൽ കണ്ടാലും ആ മലയിൽ നിന്നും നിങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി വരരുത്. യാതൊരു കാരണവശാലും ഇനി ശത്രുക്കൾ ഞങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പക്ഷികൾ ഭക്ഷിക്കുന്നത് കണ്ടാൽ പോലും, അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു സഹാബാക്കൾക്ക് നൽകിയത്. ശത്രുക്കൾ ഞങ്ങളെ പരാജയപ്പെടുത്തി, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ശവശരീരത്തിൽ നിന്നും പക്ഷികള് മാംസം ഭക്ഷിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ആ മലമുകളിൽ നിന്നും ഇറങ്ങി വരാൻ വേണ്ടി പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും യുദ്ധം തുടങ്ങി. സഹാബാക്കള് ധീരമായി പോരാടി, ശത്രുക്കള് പിന്തിരിഞ്ഞോടി. അതിനിടയിൽ സഹാബാക്കള് ഗനീമത്ത്, യുദ്ധാർജിത മുതൽ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി. ശത്രുക്കള് ഇട്ടേച്ചു പോയിട്ടുള്ള, ശത്രുക്കൾ ഒഴിവാക്കി പോയിട്ടുള്ള ആയുധങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടപ്പോ മലമുകളിൽ ഉണ്ടായിരുന്ന സഹാബാക്കളിൽ ചിലരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭൂതി ഉണ്ടായി. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ യുദ്ധാർജിത മുതലൊന്നും ഞങ്ങൾക്ക് കിട്ടൂലല്ലോ, ഗനീമത്ത് ഞങ്ങൾക്ക് കിട്ടൂലല്ലോ, ദുനിയാവ് മറ്റു പലരും നേടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളൊന്നും കിട്ടാതെ ഇതാ ഇവിടെ മലയുടെ മുകളിൽ വെറുതെ ഇരിക്കുകയാണ്, യുദ്ധം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് താഴേക്ക് പോയാൽ എന്താണ് എന്ന് ചിലര് ആലോചിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വളരെ കർശനമായിട്ട് അവരോട് പറഞ്ഞു, പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗനീമത്ത് അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും, നമുക്ക് കിട്ടേണ്ട ഓഹരി എന്തായാലും നിബിധങ്ങൾ നമുക്ക് നൽകും, പിന്നെ എന്തിനാണ് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ താഴോട്ടേക്ക് പോകുന്നത്? കർശനമായിട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു നൽകി. എന്നാൽ മുസ്ലിമീങ്ങളിൽ ചിലരത് ചെവി കൊണ്ടില്ല. സഹാബാക്കൾ ദുനിയാവിനോടുള്ള ആഗ്രഹം കാരണം ചിലർ മലമുകളിൽ നിന്നും താഴോട്ടേക്ക് ഇറങ്ങി വന്നു. നമുക്ക് ചരിത്ര സുപരിചിതമാണല്ലോ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കാത്തിരിക്കുകയായിരുന്നു ആ മല ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ മലമുകളിൽ സഹാബാക്കള് അല്പമായി, കുറച്ചാൾക്കാർ മാത്രമായി, 5-6 സഹാബാക്കൾ മാത്രം ബാക്കിയായി. അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞ ഒരു രംഗം ഉഹുദിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു കാരണമാണ് നബി തങ്ങളുടെ നിർദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന, ആ കൽപ്പന അനുസരിക്കുന്നതിൽ നിന്നും സഹാബാക്കള് ഒരല്പം അശ്രദ്ധരായപ്പോൾ ദുനിയാവ് മുന്നിൽ കണ്ടു, ദുനിയാവിലെ സുഖങ്ങൾ മുന്നിൽ കണ്ടു, സൗകര്യങ്ങൾ മുന്നിൽ കണ്ടു. ആ സുഖങ്ങളിലും സൗകര്യങ്ങളിലും മതിമറന്നുകൊണ്ട് ഒരല്പനേരം നബി തങ്ങളുടെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചപ്പോൾ ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വന്നു.
പറയുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു പാഠമാണ് ഉഹുദ് എന്ന് പറയുന്നത്. ആ ഉഹുദിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠവും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അത് എത്ര വലിയ സാഹചര്യത്തിലാണെങ്കിൽ പോലും, എത്ര അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും ദുനിയാവിന് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ദുനിയാവിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സുന്നത്തിനെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ നമ്മൾ അവമതിച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ പാഠമാണ് ഉഹുദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ജീവിത മാർഗം മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. എത്ര വലിയ ആനുകൂല്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാലും, സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് വലിയ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ ജീവിതാന്ത്യം വരെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തേത് സീറത്തിന്റെ പഠനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം നന്നായിട്ട് അറിയണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ജീവിതമാർഗം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. മൂന്നാമതായിട്ട് നബിതങ്ങളോടുള്ള നമ്മുടെ ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നടത്തിയിട്ടുള്ള ഒരു വസിയത്ത് ഉണ്ട്. ആ വസിയത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. നമുക്കറിയാലോ, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെടുന്ന സമയത്ത്, പ്രത്യേകിച്ചും പിതാവ് മരിക്കുന്ന സമയത്ത്, മക്കളെ ചേർത്ത് വിളിച്ചുകൊണ്ട്, അടുത്ത് വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. മക്കളെ, ഞാനിതാ ഈ ഭൂമിയിൽ നിന്നും ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മക്കൾ എന്നുള്ള രീതിയിൽ ഈ പിതാവിന്റെ അന്ത്യാഭിലാഷം എന്നോണം നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. അത് നിങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് പറയാറുണ്ട്. മക്കള് മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് വില കൊടുത്താലും ഉപ്പ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണപ്പെട്ട ഉപ്പക്ക് വേണ്ടിയിട്ട് എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആ വസിയത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപ്പയെക്കാളും അല്ലെങ്കിൽ ഉമ്മയെക്കാളും നമ്മളെ സ്നേഹിച്ച ആളാണ്. ആ നബി തങ്ങൾ നമ്മളോട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്തുകളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നടത്തിയിട്ടുള്ള ഒരു വസിയത്താണ്. നബി തങ്ങളുടെ ജീവിതത്തിലെ ഹജ്ജ് അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പൂർത്തിയായി എന്ന് നമ്മളോട് പറഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു എനിക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിരുന്നു. അല്ലാഹു എനിക്കൊരു ദൗത്യം നൽകിയിരുന്നു. ആ ദൗത്യം ഇന്നിതാ പൂർത്തിയായിരിക്കുന്നു. ദീൻ എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. സഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു. സഹാബാക്കളെ പറ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തരാൻ വിട്ടുപോയിട്ടുണ്ടോ? സഹാബാക്കള് ഒന്നടങ്കം സാക്ഷ്യം പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കേണ്ട, ഞങ്ങൾ സൂക്ഷിക്കേണ്ട, ഞങ്ങൾ പാലിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ ഇതാ ഞാൻ എത്തിച്ചു നൽകി എന്ന് പറഞ്ഞു. നബി തങ്ങൾ അതിനുശേഷം നമ്മളോട് നടത്തിയിട്ടുള്ള വസിയത്ത് എന്താണ്? നമ്മളോട് ആവശ്യപ്പെട്ടത് ഫല്യുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ്. ഇത് അറിയുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സജ്ജരായിട്ടുള്ള സഹാബാക്കളെ, നിങ്ങൾക്ക് ശേഷം എന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരും, അവർക്ക് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ദഅവത്തിന്റെ ഉത്തരവാദിത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടും നാം ഓരോരുത്തരോടും നടത്തുന്നുണ്ട്. ദഅവത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്താണ്. തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഫല്യുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ്. ഇവിടെ സന്നിഹിതരായവർ, ഇവിടെ ഇല്ലാത്തവർക്ക് ഈ ദീനിന്റെ വെളിച്ചം പകർന്നു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. തങ്ങൾ നമ്മളോട് പറഞ്ഞു, ബല്ലിഹു അന്നി വലൗ ആയ, ബല്ലിഹു അന്നി വലൗ ആയ. ചുരുങ്ങിയത്
ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഉണർത്തുകയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിബിധങ്ങൾ നമ്മളോട് അത്രയും ഗൗരവത്തോടുകൂടി ആത്മാർത്ഥമായി നിബിധങ്ങൾ നമ്മളോട് നടത്തിയിട്ടുള്ള ആ ഒരു വസിയത്ത്, ആ വസിയത്ത് കൃത്യമായിട്ട് പാലിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ബല്ലിഗു അന്നി വലൗ ആയ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു ഹദീസാണ് അത്. ഒരായത്തെങ്കിലും, ഒരു പാഠമെങ്കിലും, ഒരു സുന്നത്തെങ്കിലും, ഒരു പരിശുദ്ധ ഖുർആനിന്റെ പാഠമെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. നബി തങ്ങൾ പറയുന്നുണ്ട്, ഖുൽ നബിയെ, അല്ലാഹ് പറയാണ്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാണ് എൻ്റെ മാർഗം, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ആ മാർഗത്തിലേക്കാണ് ഞാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റുന്നവരാരൊക്കെയുണ്ടോ അവരൊക്കെയും ഈ ഒരു ഉത്തരവാദിത്തം, ഈ ഒരു ദൗത്യം നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു മാർഗത്തിൽ ക്ഷമിച്ചിട്ടുള്ള, സഹിച്ചിട്ടുള്ള പീഡനങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ദൗത്യവുമായിട്ട് ത്വായിഫിലേക്ക് പോകുന്നത്, ത്വായിഫിൽ നബി തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങൾ, മക്കയിലെ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നവരാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരിലും ഈ ഒരു ദഅവത്ത്, അല്ലാഹുവിന്റെ ദീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഫാരിഖ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ഞാൻ ദുൽമജാസ് എന്ന് പറയുന്ന അറബികളുടെ ഒരു പട്ടണത്തിൽ കാണാനിടയായി. അന്ന് നബി തങ്ങൾ അറബികൾ ഒത്തുകൂടുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും ചെല്ലും. റുഖാദ് ചന്തയിൽ പോകും, ദുൽമജാസ് ചന്തയിൽ പോകും. നബി തങ്ങൾ അവിടെ ചെന്നിട്ട് ഓരോ ഗോത്രങ്ങളുടെയും അടുക്കൽ ചെന്നിട്ട് പറയും, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. അന്ന് മക്ക ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. കാബ ഉണ്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പ്രദേശത്തേക്ക് കടന്നു വരൽ സ്വാഭാവികമായിരുന്നു. ഓരോരുത്തരും കടന്നു വരുമ്പോഴും ഓരോ ഗോത്രത്തിന്റെയും, ഓരോ നാട്ടുകാരുടെയും, ഓരോ ദേശക്കാരുടെയും അടുക്കൽ നിബിധങ്ങൾ ഒറ്റക്ക് കടന്നു ചെല്ലുമെന്നാണ് ഫാരിഖ് ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ നിബിധങ്ങളെ കണ്ടു, ഓരോരുത്തരുടെയും അടുക്കൽ ചെന്നുകൊണ്ട്, ഓരോ മനുഷ്യന്റെയും അടുക്കൽ ചെന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്നറിയാത്ത ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫാരിഖ് റളിയല്ലാഹു അൻഹു നിർത്തിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിബിധങ്ങൾ ഓരോരുത്തരുടെയും അടുക്കൽ ചെല്ലുന്ന സമയത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പിറകിൽ ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിറകിൽ ചെന്നുകൊണ്ട് മണ്ണ് വാരി അദ്ദേഹത്തിന്റെ മുഖത്തെറിയുകയും കല്ലെടുത്ത് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിബിധങ്ങൾ ഈ ദഅവത്ത് നടത്തിയതിന് ശേഷം ഈ മനുഷ്യൻ പിറകിൽ നിന്ന് വിളിച്ചു പറയും, ഒരാളും ഈ മനുഷ്യനെ കേൾക്കരുത് കേട്ടോ, ഒരാളും ഈ മനുഷ്യന്റെ ചതിയിൽ പിടരുത് കേട്ടോ എന്ന് പറഞ്ഞ് നിബിധങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അത് അബൂലഹബായിരുന്നു. ചില സമയങ്ങളിൽ അബൂലഹബ് നിബിധങ്ങളെ പീഡിപ്പിക്കും, ചില സന്ദർഭങ്ങളിൽ അബൂജഹൽ നിബിധങ്ങളെ പീഡിപ്പിക്കും. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് മണ്ണ് വാരി എറിഞ്ഞു, കല്ലെറിഞ്ഞു. നബി തങ്ങളുടെ കാൽപാദങ്ങളിൽ നിന്നും രക്തം വന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരണു പോലും ദഅവത്തിന്റെ മാർഗത്തിൽ നിന്നും പിന്മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ മാർഗം എന്ന് പറയുന്നത്, ദഅവത്തിന്റെ മാർഗം എന്ന് പറയുന്നത്, പ്രബോധനത്തിന്റെ മാർഗം എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള മാർഗമല്ല. ജീവിതത്തിൽ ദീനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുകയും മനസ്സിൽ അല്ലാഹുവിനോടും റസൂലിനോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ളവർക്ക് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പണിയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരുടെയും ഫർളാണത്, നമ്മുടെ ബാധ്യതയാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ച കൽപ്പനയാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മാർഗ്ഗത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. സഹാബാക്കളെ നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത, നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ഒരു ഉത്തരവാദിത്തം, നബിതങ്ങൾ വസിയത്ത് ചെയ്ത ഈ ഒരു ഉത്തരവാദിത്തം അവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്തു. ഉർവത്ത് ബിൻ
മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച സഹാബിയാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞു. അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എൻ്റെ നാട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് ഈ പ്രബോധനം എത്തിച്ചു കൊടുക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉർവത്തെ, നീ പോകുന്നുണ്ടെങ്കിൽ നിന്റെ നാട്ടുകാരെ നിന്നെ അപായപ്പെടുത്തും, നിന്നെ ബുദ്ധിമുട്ടിക്കും, നിന്നെ ഉപദ്രവിക്കും. ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, എൻ്റെ നാട്ടുകാർക്ക് എന്നോട് പ്രിയാണ്, എൻ്റെ നാട്ടുകാർക്ക് എന്നോട് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും സഹാബി ദഅവത്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണമായിട്ട് തന്റെ നാട്ടുകാരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. അതായത് നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ ദീനിന്റെ വെളിച്ചം അവർക്ക് പകർന്നു കൊടുത്തു. പക്ഷേ അവരെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. 4 ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരമെത്തി, ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ നാട്ടുകാർ കൊന്നൊടുക്കിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വധിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഖതലഹു ഖത്ലി സ്വാഹിബി യാസീൻ, യാസീനിന്റെ ആളെ അവരുടെ നാട്ടുകാരെ കൊന്നതുപോലെ ഇതാ ഉർവത്തിനെയും അദ്ദേഹത്തിന്റെ നാട്ടുകാരെ വധിച്ചിരിക്കുന്നു. സൂറത്ത് യാസീൻ നമുക്ക് പരിചയമുള്ള സൂറത്താണല്ലോ. അതിന്റെ ആരംഭത്തിൽ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരോട് ആ ദീൻ മുസ്ലിങ്ങൾ വന്നിട്ട് പറയുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ വന്നിട്ട് പറയുന്ന സത്യവാചകം നിങ്ങൾ കേൾക്കണമെന്നും അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നും അവർക്ക് ഉത്ബോധനം നടത്തി. പക്ഷേ ആ മനുഷ്യനെ കേൾക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ തയ്യാറായില്ല. അദ്ദേഹത്തെ ആ നാട്ടുകാര് കൊന്നു. യാസീനിന്റെ ആളെ അയാളുടെ നാട്ടുകാര് കൊന്നതുപോലെ ഇതാ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ നാട്ടുകാര് കൊന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്അ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. ആ മനുഷ്യൻ തന്റെ നാട്ടുകാരോട് നടത്തുന്ന ദഅവത്തിന്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള വാചകങ്ങളൊക്കെയും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ദഅവത്തിന്റെ മാർഗം എന്ന് പറയുന്നത് വളരെയധികം ദുർഗം പിടിച്ചിട്ടുള്ള മാർഗമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയൊരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ആദ്യമായിട്ട് മക്കയിൽ ചെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു, മർദ്ദിച്ചു. നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തിൽ ദഅവത്ത് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയായിരുന്നു? സ്വന്തം ഉപ്പ മകന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഇബ്രാഹിമെ ഇവിടെ വെച്ച് നിർത്തിക്കും, അതല്ല എങ്കിൽ ലഅർജുമന്നക, കല്ലെടുത്ത് വീട്ടിൽ നിന്ന് എറിഞ്ഞോടിക്കുമെന്ന് ഒരു ഉപ്പയുടെ നാവിൽ നിന്നും വായിൽ നിന്നും ഒരു മകന് കേൾക്കേണ്ടി വന്നിട്ടുള്ള വാചകങ്ങളാണ്. എന്തിന്റെ പേരിലാണ്? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ, കേൾക്കാത്ത, കാണാത്ത, താങ്കൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഈ കല്ലുകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം ചോദിച്ചതിന്റെ പേരിലാണ്, ദഅവത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിലാണ് സ്വന്തം പിതാവിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്ന മുസ്ലിങ്ങളൊക്കെയും പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കി, എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനതയോട് നടത്തിയിട്ടുള്ള ദഅവത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ, യാ റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലുമില്ലാതെ മുഴുവൻ സമയവും ഈ ദഅവത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവേ ഞാനിതാ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഈ ദഅവത്ത് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയത്ത് എത്ര ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുത്തു, ഞാനും ഇതാ നോമ്പെടുത്തിരിക്കുന്നു. നബി തങ്ങൾ നമസ്കരിച്ചു, ഞാനും നമസ്കരിച്ചിരിക്കുന്നു. തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ഞാനിതാ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ നബി തങ്ങൾ ജീവിതത്തിന്റെ മുഖമുദ്രയായി പറഞ്ഞിട്ടുള്ള ദഅവത്ത്, അള്ളാഹുവിന്റെ റസൂൽ കഷ്ടപ്പാടുകൾ സഹിച്ച്, പീഡനങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ഞാൻ എന്റെ ജനങ്ങളെ, എന്റെ വീട്ടുകാരെ, എന്റെ കുടുംബക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. നമ്മുടെ അയൽവാസിയായിട്ടുള്ള ഒരു ഹൈന്ദവനോട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഇസ്ലാമിന്റെ സുന്ദരമായിട്ടുള്ള ആശയത്തെ, ആദർശത്തെ പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. മനുഷ്യ സഹജമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ മഹത്തരമായിട്ടുള്ള അഭിവാജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കൺമുന്നിൽ ഒരു മനുഷ്യൻ കിണറിലേക്ക് വീഴാൻ വേണ്ടി പോകും, നമ്മൾ എന്ത് ചെയ്യും? കണ്ടാസ്വദിക്കോ? കണ്ടു നിന്ന് അല്ലെങ്കിൽ വെറുതെ കൈകെട്ടി നോക്കി നിൽക്കോ? ഇല്ല. മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവൻ കിണറ്റിൽ വീഴുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമങ്ങൾ നടക്കും. ഒരാള് കത്തിച്ചാമ്പലാകാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമങ്ങൾ നമ്മൾ നടത്തും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതിനേക്കാളും ഗൗരവമാണ് ഒരാള് ശിർക്കിലായിക്കൊണ്ട്, അന്ധവിശ്വാസത്തിലായിട്ട് മരണപ്പെടുക എന്ന് പറയുന്നത്. അതിനേക്കാളും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരാൾ നരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്, നരകക്കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോപത്തിന് ഇരയാകുന്ന ഒരു മനുഷ്യന്റെ കൈപിടിച്ചുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് മനുഷ്യത്വമാണുള്ളത്? നമ്മുടെ ഉള്ളിൽ എന്ത് വികാരമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ മസലി വമസലു ഉമ്മത്തി കമസലി റജുലിൻ ഇസ്തൗഖദ നാറ. എന്റെയും എന്റെ ഉമ്മത്തിന്റെയും ഉപമ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്ക് കത്തിച്ചു വെച്ചപ്പോ പാറ്റകളും മറ്റുമൊക്കെ അത് വെളിച്ചമാണ് എന്ന് കരുതിയിട്ട് അതിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരതിൽ ചുട്ട് ചാമ്പലായി പോകും. തീയിൽ വീണ് കഴിഞ്ഞാൽ, പാറ്റകൾ വീണ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, ചത്തുപോകും. ആ പാറ്റകളെ ഞാൻ ഇങ്ങനെ തട്ടി അകറ്റുന്നുണ്ട്. അല്ലെങ്കിൽ മനുഷ്യൻ അതിലേക്ക് പോകുന്ന സമയത്ത് അവനെ ആ തീയിൽ വെന്ത് അവൻ കരിയരുത് എന്നുള്ള ആശയാൽ ഞാൻ അവന്റെ കൈപിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാൽ അത് വെളിച്ചമാണ് എന്ന് കരുതിക്കൊണ്ട് അതിലേക്ക് പലരും മൂടിയെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉപമയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദുനിയാവെന്ന് പറയുന്ന നശ്വരമായ ഈ ലോകത്തിന് വേണ്ടിയിട്ട്, അത് നമ്മുടെ നാശത്തിനുള്ളതാണ്, അതിന്റെ പിറകിൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പിറകിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്നുകൊണ്ട്, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെയും നരകത്തിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട്, കുതറിക്കൊണ്ട് ഓരോരുത്തരും നരകത്തിലേക്ക് പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. തങ്ങൾ അത്രത്തോളം ഫിക്കർ ഈ ഒരു മാർഗത്തിൽ വെച്ചിരുന്നു. വിശ്വാസികളെ, നമുക്ക് അങ്ങനെ ഒരു ഫിക്കർ ഉണ്ടായിരുന്നു. ഇതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുള്ള സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വിശ്വാസികളാകാത്തതിന്റെ പേരിൽ തങ്ങളെ തന്നെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. അവര് വിശ്വാസികളാവാത്തതിന്റെ പേരിൽ തങ്ങളുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുമോ എന്ന് തോന്നുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു മാർഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു ദഅവത്തിന് പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സഹാബാക്കളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 100,000-ൽ പരം സഹാബാക്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചതായിട്ട് നമുക്ക് അറിവുണ്ട്. എന്നാൽ മക്കയിലും മദീനയിലുമായി ദഫൻ ചെയ്യപ്പെട്ട സഹാബാക്കളുടെ എണ്ണം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും 10,000-ൽ ചില്ലാനം സഹാബാക്കൾ മാത്രമേ നമുക്ക് മക്കയിലും മദീനയിലും കാണാൻ വേണ്ടി പറ്റൂ. ബാക്കിയുള്ള സഹാബാക്കളൊക്കെ എവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. മക്കയിലെ പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് നമസ്കാരത്തിന് തുല്യമാണ്. മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1000 റക്അത്ത് നമസ്കരിച്ചതിന്റെ കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. നബി തങ്ങളുടെ ഖലീഫമാർ ഭരിച്ച നാടാണ്. അതൊക്കെ ഉണ്ടായിട്ട് പോലും സഹാബാക്കൾ ആ നാട്ടിൽ നിന്നും മറ്റുള്ള നാട്ടുകളിലേക്ക് യാത്ര പോയതിന്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കച്ചവടത്തിന് വേണ്ടി പോയതായിരുന്നില്ല, മറ്റേതെങ്കിലും വിനോദസഞ്ചാര യാത്രക്ക് വേണ്ടി പോയതായിരുന്നില്ല. ബാക്കിയുള്ള സഹാബാക്കളിൽ അധിക പേരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തിട്ടുള്ള ദഅവത്തിന്റെ ആ ഒരു ഫിക്റുമായിട്ട് മറ്റുള്ള നാട്ടിലേക്ക് പോയതാണ്. ഇസ്താംബൂളിൽ മരണപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖബർ അവിടെയാണുള്ളത്. എന്നാൽ അദ്ദേഹം ജനിച്ചതും വളർന്നതും കളിച്ചതുമൊക്കെ മദീനയിലെ മണ്ണിലാണ്. മദീനയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇസ്താംബൂളിൽ ഖബറടക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ദഅവത്തിന്റെ പേരിലാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ഖബറടക്കപ്പെട്ടത്? നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ദഅവത്തുമായി ദീനുമായി ഈ കേരളത്തിലേക്ക് വന്നതുകൊണ്ടാണ്. അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ പകർന്നു തന്നിട്ടുള്ള ആ ഒരു ആശയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷയായിട്ട് മാറിയത്. അവരുടെ നാടും വീടും കുടുംബവും സാഹചര്യവും സുഖങ്ങളും സന്തോഷങ്ങളും
വർഷങ്ങളുമൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. നമ്മൾ ആ ഒരു പ്രവർത്തനത്തെ എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ കുടുംബക്കാരോട് അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ, അള്ളാഹു കൽപ്പിച്ചതല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണിത് എന്ന് പറയാനുള്ള ഒരു ആർജവമെങ്കിലും നമ്മൾ കാണിക്കുന്നുണ്ടോ? പലപ്പോഴും പല അഡ്ജസ്റ്റ്മെന്റുകൾക്കാണ് നമ്മൾ തയ്യാറാവുന്നത്. ദീനിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുശ്രിക്കീങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ, താങ്കൾക്ക് സ്ത്രീയാണ് ആവശ്യമെങ്കിൽ മക്കയിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ ഞങ്ങൾ വിവാഹം ചെയ്തു തരാം. താങ്കൾക്ക് സ്ഥാനമാണ് ആഗ്രഹമെങ്കിൽ താങ്കൾക്ക് മക്കയിലെ നേതാവായിട്ട് ഞങ്ങൾ മാറ്റാം. ഇനി സമ്പത്താണെങ്കിൽ താങ്കളെ ധനികനാക്കി മാറ്റാം. നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, വലത് കയ്യിൽ നിങ്ങൾ സൂര്യൻ താ, ഇടത് കയ്യിൽ നിങ്ങൾ ചന്ദ്രൻ തന്നാലും ഈ ഉദ്യമത്തിൽ നിന്നും ഒരണുപോലും ഞാൻ മാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിന് നബി തങ്ങൾ തയ്യാറായിട്ടില്ല. പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, പലരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ദീനിൽ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, യോജിച്ചതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, പകർന്നു നൽകിയിട്ടുള്ള തങ്ങളുടെ ഈ ഒരു വസിയത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഈ മാർഗത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം. അതാണ് സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു പറയുന്നത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. അതിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിജയിക്കുന്ന ആൾക്കാരാണ് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. അവര് ഈമാനുള്ളവരാണ്, സൽക്കർമ്മം ചെയ്യുന്നവരാണ്. അവര് മാത്രമല്ല വതവാസൗ ബിൽ ഹഖ്, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുന്നവരാണ്. തെറ്റ് കാണുന്ന സമയത്ത് സത്യത്തെ ഉപദേശിക്കുന്നവർ അവര് വിജയിക്കും. വതവാസൗ ബിസ് സബർ, ആ സത്യം ഉപദേശിക്കുന്ന സമയത്ത്, ആ സത്യത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും നാടുകടത്തലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് ക്ഷമ മുറുകെ പിടിക്കുന്നവർക്കുമാണ് വിജയം ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിബിധങ്ങള് ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നമ്മളോട് നടത്തിയിട്ടുള്ള ആ ഒരു ഉപദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. ബല്ലിഹു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും ഈ ദീനിൽ നിന്നുള്ള ഒരു പാഠമെങ്കിലും നമ്മളെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അള്ളാഹുവിനെ കുറിച്ച് ഒരാളോടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാളോടെങ്കിലും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെടാൻ വേണ്ടി പാടില്ല. ദഅവത്ത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അത്രത്തോളം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് നടത്തിയിട്ടുള്ള വസിയത്ത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്ന സാലിഹ്യങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. നാം ഓരോരുത്തരെയും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.